ഗ്യാസിന്റെ ഷോർട്ടേജ് തുടങ്ങിയതേ ഉള്ളൂ, പൂഴ്ത്തിവെപ്പ് തുടങ്ങിയിട്ടുണ്ട് ചില ആൾക്കാർ. കൂടെയുള്ളത് മിർച്ചി താര, കേട്ടുകൊണ്ടിരിക്കുന്നത് 104 മിർച്ചി. അല്ല, അത് മാത്രമല്ല, ഈ ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്കാമുകളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ലീഗലി നമുക്ക് എങ്ങനെ നേരിടാന്ന് അതിനെ പറ്റിയിട്ട് പറയാൻ എന്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. നമസ്കാരം, അഡ്വക്കേറ്റ് ടിൻഡു ജോസഫ് ആണ് കൂടെയുള്ളത്. ഇപ്പോൾ കേരളം മുഴുവനും ഗ്യാസ് ഷോർട്ടേജ് ഒരു മേജർ കൺസേൺ ആണ്. സിലിണ്ടർ കിട്ടാൻ ഡിലേ, ബുക്കിംഗ് ഇഷ്യൂസ്. ഇതിനിടയിൽ ചിലർ പറയുന്നത് എക്സ്ട്രാ ക്യാഷ് കൊടുത്താൽ ഉടനെ സിലിണ്ടർ കിട്ടും. ഇതൊക്കെ ലീഗലാണോ? ലീഗൽ അല്ലെന്ന് മാത്രമല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഗ്യാസ് ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ ചിലർ അത് മിസ്യൂസ് ചെയ്ത് ഇല്ലീഗൽ പ്രാക്ടീസസ് നടത്താറുണ്ട്. ഇതിനെ ഗ്യാസ് പൂഴ്ത്തൽ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയാം. റീസെന്റ് റിപ്പോർട്ട്സ് അനുസരിച്ച് സിലിണ്ടേഴ്സ് ഹോൾഡ് ചെയ്ത് വയ്ക്കൽ, ബുക്കിംഗ് ഇല്ലാതെ ഉയർന്ന വിലയ്ക്ക് വിൽക്കൽ, സിലിണ്ടറിൽ നിന്നും ഗ്യാസ് കുറച്ച് നൽകൽ പോലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇല്ലീഗൽ ആവുന്നത്? ഫസ്റ്റ് തിങ്, ഇത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ പ്രകാരം കസ്റ്റമറിനെ ചീറ്റ് ചെയ്യുന്നത്, ഓവർ പ്രൈസിങ്, മിസ്ലീഡിംഗ് സപ്ലൈ, ഇതൊക്കെ പണിഷബിൾ ഒഫൻസ് ആണ്. സെക്കൻഡ്ലി, എസെൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ടുള്ള ഗ്യാസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ആർട്ടിഫിഷ്യൽ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ഇത് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. അതോറിറ്റീസ് ഇത്തരം കേസുകളിൽ റെയ്ഡ് ചെയ്ത് സിലിണ്ടേഴ്സ് സീസ് ചെയ്യുകയും ക്രിമിനൽ ആക്ഷൻ എടുക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന സ്കാംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്ട്രാ ക്യാഷ് കൊടുത്താൽ ഫാസ്റ്റർ ഡെലിവറി, ഇല്ലീഗലാണ്. ബുക്കിംഗ് ഇല്ലാതെ സിലിണ്ടർ സപ്ലൈ ചെയ്യുന്നതും ഇല്ലീഗലാണ്. ഫേക്ക് ബുക്കിംഗ് ആപ്സ്, ഫേക്ക് കസ്റ്റമർ കെയർ കോൾസ്, ഇതൊക്കെ പ്യുവർ സ്കാം ആണ്. സിലിണ്ടർ വെയിറ്റ് കുറച്ച് നൽകൽ ചീറ്റിംഗ് ആണ്. ഇതിന്റെ ലീഗൽ കോൺസിക്വൻസസ് നോക്കാം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അതോറിറ്റീസ് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും. ഫൈന്, ലൈസൻസ് ക്യാൻസലേഷൻ, സീസർ ഓഫ് സിലിണ്ടേഴ്സ്, ഈവൻ ക്രിമിനൽ കേസ് വരെ വരാം. കൺസ്യൂമറായ നമ്മൾ ഇത്തരം ഇല്ലീഗൽ ഡീലുകൾ അക്സെപ്റ്റ് ചെയ്താൽ ഇൻഡയറക്ട്ലി സ്കാമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ സ്കാം കണ്ടാൽ സൈലന്റ് ആയി നിൽക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഒന്ന്, ഗ്യാസ് ഏജൻസിയിൽ ഒഫീഷ്യൽ കംപ്ലൈന്റ് കൊടുക്കാം. ഡിസ്ട്രിക്ട് സിവിൽ സപ്ലൈസ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ആയിട്ടുള്ള നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ 1915 വിളിക്കാം. ഓൺലൈൻ കംപ്ലൈന്റ് പോർട്ടൽസും യൂസ് ചെയ്യാം. പ്രൂഫ് ഉണ്ടെങ്കിൽ ബില്ല്, മെസ്സേജ്, കോൾ ഡീറ്റെയിൽസ് എല്ലാം സേവ് ചെയ്ത് വെച്ചേക്കുക. സോ പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സ്കാം നടക്കുന്നത് സെല്ലേഴ്സിനെ കൊണ്ട് മാത്രമല്ല, ബയേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നതും കൊണ്ടും കൂടിയാണ്. സോ ലീഗലി അവെയർ ആയിരിക്കുക, ഇത്തരം സ്കാമുകളെ തടയാൻ ശ്രമിക്കുക. സ്കാമേഴ്സിന് മാത്രമല്ല, നമ്മൾക്കും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടെന്ന് ഈ പറഞ്ഞതിനകത്ത് വളരെ ക്ലിയർ ആണല്ലോ അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് 104 മിർച്ചി, സംഗതി ഹോട്ടാണ്.